പോലീസ് മർദ്ദനത്തെ തുടർന്നുണ്ടായ തൃശൂർ എങ്ങണ്ടിയൂർ സ്വദേശി വിനായകന്റെ ആത്മഹത്യയിൽ തുടരന്വേഷണത്തിന് ഉത്തരവിട്ട് തൃശൂർ SC/ST കോടതി. വിനായകന്റെ അച്ഛന്റെ പരാതി പ്രകാരമാണ് ഇപ്പോൾ കോടതിയുടെ ഒരു നടപടി ഉണ്ടാകുന്നത്. സംഭവത്തിൽ പോലീസുകാർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയിരുന്നില്ല എന്ന് പറയപ്പെടുന്നുണ്ട്. നിലവിൽ പോലീസ് പീഡനത്തിൽ മനംനൊന്ത് 2017 ജൂലൈ 18 ദളിത് യുവാവ് കൂടിയായ വിനായകൻ ആത്മഹത്യ ചെയ്തത്. കൂടുതൽ വിവരങ്ങളുമായി മനോജ് ചേർന്നുണ്ട്. മനോജ്, ഒരുപക്ഷെ വളരെയധികം നാളുകൾക്ക് ശേഷം, വളരെ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഈ ഒരു കേസിൽ തുടരന്വേഷണത്തിന് കോടതി ഉത്തരവിടുകയാണ്. എങ്ങനെ നോക്കിക്കാണാം? വിഷ്ണു, പോലീസിന്റെ ക്രൂരമർദ്ദനത്തെ തുടർന്നായിരുന്നു വിനായകൻ ആത്മഹത്യ ചെയ്തത്. ആ ഒരു കേസാണ്. കാരണം വീട്ടുകാരുടെ പരാതിയെ തുടർന്നാണ് ഇപ്പോൾ തുടരന്വേഷണത്തിന് തൃശൂർ SC/ST കോടതി ഉത്തരവിട്ടുള്ളത്. ഇതിൽ തന്നെ പോലീസുകാർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയിരുന്നില്ല എന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2017 ഇത്തരത്തിലൊരു ആത്മഹത്യ ഉണ്ടായത്. ഈ മരിക്കുന്നതിന്റെ തലേദിവസം, ആത്മഹത്യ ചെയ്യുന്നതിന്റെ തലേദിവസം ജൂലൈ 17 പാവറട്ടി പോലീസ് ഈ വിനായകനെ കസ്റ്റഡിയിലെടുക്കുന്നത്. ഈ മനസാക്ഷിയെ മടുപ്പിക്കുന്ന തരത്തിലുള്ള മർദ്ദനമാണ് അന്ന് വിനായകന് നേരിടേണ്ടി വന്നതെന്ന് സ്റ്റേഷനിൽ കൂടെ ഉണ്ടായിരുന്ന വിനായകന്റെ സുഹൃത്ത് ഉൾപ്പെടെ വ്യക്തമാക്കിയിരുന്നു. ഈ ഭിത്തിയിൽ ചാരി നിർത്തിയ വിനായകനെ മുടി വലിച്ചു പറിച്ച ശേഷം കുനിച്ചു നിർത്തി മുട്ടുകൈ കൊണ്ടൊക്കെ മർദ്ദിക്കുന്ന ആ ഒരു സംഭവത്തിന് ഈ സുഹൃത്തായിട്ടുള്ള ശരത്ത് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഈ വസ്തുതകൾ അവിടെയുള്ള പ്രാദേശികമായിട്ടുള്ള മറ്റ് എല്ലാവരും സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നു. മാല പൊട്ടിക്കുന്ന സംഘത്തിൽപ്പെട്ട ആളാണെന്ന് കരുതിയാണ് അറസ്റ്റ് ചെയ്തതെന്നായിരുന്നു അന്ന് പോലീസിന്റെ ന്യായീകരണം. ഈ വിനായകന്റെ അച്ഛനെ വിളിച്ചു വരുത്തിയ പോലീസ് മകൻ മോഷ്ടാവും അതുപോലെ തന്നെ കഞ്ചാവ് ഉപയോഗിക്കുന്ന ആളാണെന്നൊക്കെ പറഞ്ഞു. പിന്നീട് മുടി നീട്ടി വളർത്തിയതാണ് വിനായകൻ കഞ്ചാവ് ഉപയോഗിക്കുന്ന ആളെന്നതിന് തെളിവെന്ന് ഈ പോലീസുകാർ പറയുകയായിരുന്നു. പിന്നീട് മുടി മുറിപ്പിക്കാമെന്ന ഉറപ്പ് വാങ്ങിയൊക്കെയാണ് അച്ഛന്റെ കൂടെ ഈ വിനായകനെ വിടുന്നത്. തുടർന്നാണ് ഇത്തരത്തിൽ മനോവിഷമത്തിൽ വിനായകൻ ആത്മഹത്യ ചെയ്യുന്നത്. പിറ്റേന്ന് രാവിലെ മുറിയിൽ തൂങ്ങിയാടുന്ന വിനായകന്റെ ശരീരമാണ് വീട്ടുകാരൊക്കെ കണ്ടത്. ദേഹത്ത് ആകമാനം മർദ്ദനമേറ്റതിന്റെ പാടുകളും ഉണ്ടായിരുന്നു. അത് തുടർന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൊക്കെ വളരെ ക്രൂരമായിട്ടുള്ള മർദ്ദനമാണെന്നുള്ള ആ ഒരു റിപ്പോർട്ടിലൊക്കെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് അന്ന് പോലീസുകാർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയിരുന്നില്ല. ഇത് വലിയ തരത്തിൽ ഈ വീട്ടുകാർ ഇതിനൊക്കെ തന്നെ നാട്ടുകാരും ഒക്കെ ഒത്തുചേർന്നുകൊണ്ട് വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് ആ വിനായകന്റെ ആത്മഹത്യയിൽ ഉണ്ടായിരുന്നത്. തുടർന്നാണ് ആ കേസിൽ കൃത്യമായൊരു നടപടി ഉണ്ടാവാത്തതിനെ തുടർന്ന് അച്ഛൻ നൽകിയ പരാതിയിൽ ഇപ്പോൾ SC/ST കോടതി ഉത്തരവിട്ടിട്ടുള്ളത്. വിഷ്ണു, വ്യക്തമാണ്. പോലീസ് മർദ്ദനത്തെ തുടർന്നുണ്ടായ തൃശൂർ എങ്ങണ്ടിയൂർ സ്വദേശി വിനായകന്റെ ആത്മഹത്യയിലാണ് തുടരന്വേഷണത്തിന് തൃശൂർ SC/ST കോടതി ഉത്തരവിട്ടിട്ടുള്ളത്. വിനായകന്റെ അച്ഛന്റെ പരാതി പ്രകാരമാണ് കോടതിയുടെ ഒരു നടപടി ഉണ്ടാകുന്നത്.